വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. ഇന്ന് ഞാൻ വെർമിസെല്ലി കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിലർ ഈ ഒരു പുഡിങ്ങിനെ നവാബി സമായി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പം രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഓരോരുത്തരും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രീമി പുഡിംഗ് ആണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു വെർമിസെല്ലിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ടോപ്പ് മീൻ്റെയോ അല്ലെങ്കിൽ എദ്വിൻ്റെയോ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് 125 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. 30 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിന്നായിട്ടുള്ള വെർമിസെല്ലിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ളതും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലാത്തതും കിട്ടും. അപ്പം ഏതാണെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാങ്ങുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വെർമിസെല്ലി ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിലൊന്നും ഇട്ട് പൊടിക്കേണ്ട കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. സേമിയ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൈവച്ച് പൊടിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിച്ച് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 125 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ്. 250 ഗ്രാം ഉണ്ടാവും. പക്ഷേ അത്രയും ആവശ്യമില്ല, നമുക്ക് 200 ഗ്രാം മതി കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഈ ഒരു പുഡിങ് ഞാൻ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഒരു ട്രേക്ക് 850 രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള പുഡിങ് ചെറിയ ട്രേയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വലിയ ട്രേയിലാണ് ചെയ്ത് അധികം നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. അത് ഏകദേശം 35 മുതൽ 40 ആൾക്ക് വരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ട്രേ ആണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു ട്രേയിലേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 60 ഗ്രാമോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്തെടുക്കാം. ആദ്യം വെർമിസെല്ലി കൈവച്ച് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മളതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലവണ്ണം കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടിയും വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് തെറിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലിയാണ് വാങ്ങുന്നതെങ്കിലും ഒന്നും കൂടി നമ്മൾ ഈ ഒരു ബട്ടറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടി പോവരുത്, വെർമിസെല്ലി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഴുവനായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങളെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഈ ഒരു വെർമിസെല്ലി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബദാം, കാഷ്യൂ, പിസ്ത അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഏത് ട്രേയിലാണോ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേയിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ഈ ഒരു വെർമിസെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഗ്ലാസ് ട്രേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കട്ടിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ലെയർ വെർമിസെല്ലി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രമോ അങ്ങനെ അടി പരന്നിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവുമ്പം എല്ലാ ഭാഗവും ഒരേ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുവേ. അങ്ങനെ ഇപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു കസ്റ്റാർഡ് ക്രീം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ട്രേയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1/2 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. വലിയ ട്രേയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ലിറ്റർ പാലാണ് എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറും 2 ടീസ്പൂണ് കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു പാലിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ അധിക വീഡിയോയിലും പറയാറുണ്ട് 1/2 ലിറ്റർ പാലിലേക്ക് 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് ചേർക്കാറുള്ളത്. അതായത് 400 ഗ്രാമിൻ്റെ ടിന്നിൻ്റെ പകുതിയാണ് കേട്ടോ ചേർക്കാറുള്ളത്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ പാല് അത്യാവശ്യം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് ആ ഒരു കസ്റ്റാർഡ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും പല രീതിയിലാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ചിലവർ കസ്റ്റാർഡ് പൗഡർ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കും. ചിലർ കോൺഫ്ലോറും മിൽക്ക് പൗഡറും ഷുഗറെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ക്രീം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ കുറച്ച് പേര് കോൺഫ്ലോറും മിൽക്ക് പൗഡറും ചേർത്തിട്ട് നമ്മൾ കുനാഫയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ക്രീം ചീസും കൂടി ചേർത്തിട്ട് അങ്ങനത്തെ ആ ഒരു ക്രീമും ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പം പലരും പല രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് ക്രീമിലേക്ക് ഒരു 2 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കസ്റ്റാർഡ് ക്രീമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് കുറുക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യാം കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പുഡിങ് തണുക്കും തോറും വീണ്ടും കുറുകും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് നേരത്തെ ആ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ട്രേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഇതാ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ലെയറായിട്ട് ഈ ഒരു കസ്റ്റാർഡ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റിലെ ലെയർ ഉണ്ടല്ലോ ആ ഒരു വെർമിസെല്ലിൻ്റെ, അത് നമ്മളതിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ ദാ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബൗളിലോ അതുപോലെ തന്നെ ട്രേയിലൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രേയിൽ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒരേ രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഈ ഒരു പുഡിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും കേട്ടോ. സൽക്കാരങ്ങളിലും പാർട്ടികളിലൊക്കെ അധികവും കണ്ടുവരുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ ഈ ഒരു വെർമിസെല്ലി കസ്റ്റാർഡ് പുഡിങ്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ താഴത്തെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ടല്ലോ വെർമിസെല്ലിൻ്റെ, അതിൽ ബാക്കിയുള്ള ഭാഗമാണത്. അത് ആ ഒരു പുഡിങ്ങിൻ്റെ സൈഡ് ഭാഗത്തു കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മുഴുവനായിട്ട് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ടും കൂടി കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സൈഡിലൂടെ മാത്രമാണ് ഈ ഒരു വെർമിസെല്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് പുഡിങ്ങൊക്കെ കുറച്ചൊരു നല്ല രീതിയിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൊടുക്കുന്ന നമുക്കും അതുപോലെ തന്നെ കഴിക്കുന്നവർക്കും മനസ്സ് നിറയുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു പുഡിങ്ങിന് ഒരു ട്രേക്ക് 850 രൂപയാണ് വാങ്ങാറുള്ളതെന്ന്. ഈ ഒരു ട്രേൻ്റെ റേറ്റ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ട് വലിയ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ട്രേയിൽ ഒരു ട്രേ പുഡിങ്ങിൻ്റെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് 13.5 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുള്ള ട്രേൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് അതിലും ചെറിയ ട്രേ ആണ്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ ഓരോ ഐറ്റത്തിനും റേറ്റ് കണക്കാക്കുന്നത് അതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ വാങ്ങുന്ന പ്രൈസ് ആയിരിക്കില്ല ഇപ്പോൾ ഇതേപോലെ പുഡിങ് ഉണ്ടാക്കുന്ന വേറൊരാൾ വാങ്ങുന്നത്. അപ്പം ഇപ്പം ഞാൻ വാങ്ങുന്നത് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ അത് കാണുന്ന മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഞാൻ വാങ്ങുന്നത് കുറവാണല്ലോ, അതെന്തിനാ അത്രയും കൂടുതൽ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്നത് കൂടുതലാണ് അതെന്തിനാ അത്രയും കുറച്ച് വാങ്ങുന്നതെന്ന് ആ ഒരു രീതിയിലല്ല കേട്ടോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മളിതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു രീതിയിലായിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡറും വേറെ ഫ്രഷ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാങ്ങുന്ന റേറ്റ് തന്നെ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് അവർക്ക് വാങ്ങേണ്ടി വരുമേ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.